ഫ്രണ്ട്സ്, പുതിയ ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ പുത്തൻ സീൽ ചെയ്ത ബോക്സിന്റെ ഉള്ളിൽ പുത്തൻ ഫോണാന്ന് വെച്ചല്ലേ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. എങ്കിൽ ഫ്രണ്ട്സ്, ഒരു മിനിറ്റ് ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്ക്. അതെ ഫ്രണ്ട്സ്, സംഭവം വേറെ ഒന്നല്ല, ഒരുപാട് പേര് ഉപയോഗിച്ച റിഫർബിഷ്ഡ് ഫോൺ നമുക്ക് പുത്തൻ ബോക്സിന്റെ ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ സീൽ ചെയ്ത് തരും. പുത്തൻ ഫോണാണ്, എക്സ്പോർട്ട് ഏതാണ് ഇമ്പോർട്ട് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുതിയ ഫോണാണല്ലോ സീല് പൊട്ടിച്ചിട്ടില്ലോ എന്ന് വെച്ച് വാങ്ങിക്കുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണം പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് വാങ്ങിക്കുക ബ്രോ, ഇതിന്റെ ഉള്ളിലുള്ള റിഫർബിഷ്ഡ് ആണോ സീൽ ഒട്ടിച്ചതാണോ എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നത്. എങ്കിൽ ഫ്രണ്ട്സ്, അതിനല്ലേ ഞാനുള്ളേ, പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെയെന്ന്. ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോ. ഇതിനായിട്ട് ഫ്രണ്ട്സ്, നിങ്ങളൊരു ഐഫോൺ ആണ് വാങ്ങിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഐഫോണിന്റെ സീരിയൽ നമ്പർ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അടിച്ചു കൊടുത്താൽ മാത്രം മതി ഫ്രണ്ട്സ്. ഈ ഒരു ഫോൺ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അവരുടെ വെബ്സൈറ്റിൽ കറക്റ്റ് ആയിട്ട് ഇതുപോലെ കാണിക്കും. ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ഫോൺ ഇതുപോലെ പുതിയ സീൽ ഒട്ടിച്ച റിഫർബിഷ് ചെയ്ത ഫോണാണെന്ന്. ഇനി ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ പുത്തൻ ഫോൺ തന്നെ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇതുപോലെ തന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ സാംസങ്, OnePlus, റിയൽമി ഇതുപോലുള്ള ആൻഡ്രോയിഡ് ഫോൺസ് ആണ് വാങ്ങിക്കണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇതുപോലെ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പുത്തൻ ഫോണാണെന്ന് അറിയാനായിട്ട് സാധിക്കും. ഇതുപോലെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ്, ഇതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് പുത്തൻ ഫോൺ എന്ന് പറഞ്ഞ് പുത്തൻ പെട്ടി തരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം റിഫർബിഷ്ഡ് ആണോ അല്ലെങ്കിൽ പുത്തൻ ഫോൺ ആണോ എന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോ. ഒരുപാട് പേര് ഐഫോണും പുതിയ ഫോണും വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടാവും. അവർക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും, അവരും പറ്റിക്കപ്പെടില്ല.